എൻ്റെ പേര് സെബാസ്റ്റ്യൻ എന്നാണ്. മാവേലിക്കരയാണ് സ്വദേശം. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 8 വർഷമായി. ആദ്യ 2-3 വർഷങ്ങളിൽ കുഞ്ഞൊക്കെ ആകാതെ ഇൻഫെർട്ടിലിറ്റിയുടെ ട്രീറ്റ്മെൻറ്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറേ ആശുപത്രികളിൽ കയറി. ഇദ്ദേഹത്തിന് ലാപ്രോസ്കോപ്പിയൊക്കെ ചെയ്ത് അങ്ങനെ കുറേ ട്രീറ്റ്മെൻറ്റുകളും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ആദ്യ കുറേ കാലങ്ങൾ അങ്ങനെ എനിക്ക് വിശ്വാസം തീരെ ഇല്ലാത്ത ഒരു ആളായിരുന്നു. വിശ്വാസം ഇല്ലയെന്ന് പറഞ്ഞാൽ ഞാനൊരു കത്തോലിക്ക വിശ്വാസിയാണ്, മാമോദിസ സ്വീകരിച്ച കത്തോലിക്ക വിശ്വാസിയാണ്. പക്ഷേ എനിക്ക് ശാസ്ത്രത്തോടായിരുന്നു കൂടുതൽ ഇഷ്ടം. ഞാൻ അധികം പ്രാർത്ഥിക്കുന്നതിലൊന്നും വലിയ കാര്യമായിട്ട് നിൽക്കുന്ന ഒരാളെ അല്ലായിരുന്നു. എല്ലാം സയൻസിനാണ് പ്രാധാന്യം, അങ്ങനെ മാത്രം വലുതായിട്ട് പ്രാർത്ഥിക്കത്തേ ഇല്ലായിരുന്നു. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ ഇദ്ദേഹം പള്ളികളിലൊക്കെ പോകണമെന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിക്കുമ്പോൾ ഞാൻ വരത്തില്ല. അപ്പോൾ അങ്ങനെ എന്നോട് പറഞ്ഞ് കൃപാസനം എന്ന് പറയുന്നൊരു പള്ളിയുണ്ട്, നമുക്ക് അവിടെ പോയി ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് 2019. അപ്പോൾ ഇവിടെ വന്ന് ഇവിടുത്തെ തിരക്കുകൾ ഒക്കെ കണ്ട് കുറച്ച് നേരം ഇദ്ദേഹത്തിൻ്റെ കൂടെ നിന്നിട്ട് ഞാൻ ഇവിടുന്ന് ഏകദേശം കലവൂർ ജംഗ്ഷൻ വരെ ഇദ്ദേഹത്തിനെ വഴക്ക് പറഞ്ഞ് നടത്തിക്കൊണ്ടുപോയി. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഇങ്ങനെ തിരക്കുള്ള സ്ഥലങ്ങളിലൊന്നും പോകുന്നതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളോട് എനിക്ക് ഭയങ്കര വിയോജിപ്പായിരുന്നു. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയി അതിനുശേഷം ഇദ്ദേഹം തനിച്ച് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞങ്ങൾക്ക് 2020 ജനുവരി 1 ന്യൂ ഇയറിനൊരു മകനെ ദൈവം ദാനമായിട്ട് തന്ന് അനുഗ്രഹിച്ച്. അതിനുശേഷം 1 വർഷം മകൻ 1 വയസ്സാകുമ്പോൾ തന്നെ രണ്ടാമത് മകളെ ആൾ പ്രഗ്നൻ്റായി. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ പ്രസവം നിർത്തണമെന്ന് എല്ലാവരും പറഞ്ഞ്, അപ്പോൾ ഞാൻ പറഞ്ഞ് നിർത്തുന്നില്ല, അങ്ങനെ ഒരു കുഞ്ഞും കൂടെ വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം പെട്ടെന്ന് തന്നെ വീണ്ടും പ്രഗ്നൻ്റായി. അപ്പോൾ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് മാനസികമായിട്ട് കുറേ പ്രശ്നങ്ങളുണ്ടായി. അത് ആരോടും പറയണ്ട, നമുക്കത് കളയണം അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നോട് വന്ന് എന്നെ സമീപിച്ച് ഒത്തിരി പ്രാവശ്യം കരഞ്ഞുകൊണ്ട് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ പറയുമ്പോഴെല്ലാം എനിക്ക് മനസ്സിൽ ഒരു കുഞ്ഞ് ഉദരത്തിൽ ജനിച്ചതിന് ശേഷം അതിനെ നശിപ്പിക്കുക എന്ന് പറയുന്നതിനോട് എനിക്ക് ഭയങ്കര പേടിയും വിഷമമൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. മാതാവിനോട് എല്ലാ ദിവസവും വെളുപ്പിനെ എഴുന്നേറ്റ് ഞാൻ തന്നെ പോയി മുട്ടേ നിന്ന്. അപ്പം ഇദ്ദേഹത്തിനെ പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോൾ വരത്തില്ല. അപ്പോൾ ഇത് കളയണമെന്നുള്ള ഒരു അവസ്ഥയിലായിരുന്നു പുള്ളിക്കാരത്തി. അപ്പം ഞാൻ സത്യത്തിൽ ഇദ്ദേഹത്തിനെ കൊണ്ടുപോയി നല്ല ഹോട്ടലിൽ കൂട്ടി ഭക്ഷണമൊക്കെ വാങ്ങി കൊടുത്തിട്ട് പറഞ്ഞ് നമുക്ക് എന്തായാലും കൊല്ലാൻ പോകില്ല, അതിന് മുമ്പ് നല്ല ഭക്ഷണം കൊടുത്തിട്ട് കൊല്ലാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞ്. പക്ഷേ എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അന്ന് തന്നെ ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്ത് ആ ബൈക്കിൽ അവിടുന്ന് ഇതറിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടുന്ന് നേരെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച്. ഓരോ ഘട്ടത്തിലും ഇദ്ദേഹത്തിന് കളയണം, അതിനോട് യോജിപ്പില്ല, കുഞ്ഞിനെ നമുക്ക് വേണ്ട, എല്ലാവരും കുറ്റം പറയുന്നു, എല്ലാവരും വഴക്ക് പറയും. ഞാൻ പറഞ്ഞ് നമ്മുടെ കുഞ്ഞല്ലേ, നമുക്ക് വളർത്താം എന്നൊക്കെ പറഞ്ഞിട്ടും അതിനെ അംഗീകരിക്കാതെ വലിയ പ്രശ്നങ്ങളായി, ഒത്തിരി മാനസിക പ്രശ്നങ്ങളായി. അവസാനം സൈക്കാട്രിസ്റ്റിൻ്റെ അടുക്കലൊക്കെ പോകേണ്ടി വന്ന്. അതിനുശേഷം ഒരു കായംകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. അവിടെ വെച്ച് ബാക്ക് പെയിൻ ഉണ്ടായിട്ട് അവിടെ അഡ്മിറ്റ് ചെയ്ത് അങ്ങനെ കുറേ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ആയിട്ട് അവിടെ നിന്ന് വേറൊരു ഹോസ്പിറ്റലിലോട്ട് മാറ്റി. അവിടെ 7-ാം മാസം മുതൽ അവിടെ ട്രീറ്റ്മെൻറ്റായി. അങ്ങനെ ഓഗസ്റ്റ് മാസം 19 കുഞ്ഞ് ജനിച്ച്. ആദ്യത്തെ ദിവസം വളരെ സന്തോഷമായിരുന്നു, കുഞ്ഞിനെ നമ്മുടെ കയ്യിൽ കൊണ്ട് തന്ന്. രണ്ടാമത്തെ ദിവസമായപ്പോൾ കുഞ്ഞിന് ഭയങ്കര മഞ്ഞ കളറായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ ഡോക്ടറോട് ചെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല, അതൊക്കെ മാറിക്കോളൂ എന്ന് പറഞ്ഞ്. അതിനുശേഷം പിറ്റേ ദിവസമായപ്പോഴത്തേക്ക് മഞ്ഞ കൂടി 25ആയിട്ട് അവർ NICU വെച്ച് ഫോട്ടോതെറാപ്പി കൊടുത്തുകൊണ്ട് വീണ്ടും 3 ദിവസം വെച്ചിരുന്ന് കുറയുന്നില്ല. അപ്പോൾ ഞാൻ അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. ഞങ്ങൾ കുഞ്ഞിനെ കൊണ്ട് പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറഞ്ഞില്ല, മാറിക്കോളും, ഒരു ദിവസം കൊണ്ട് കഴിയുമ്പോൾ മാറുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വെച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം രാത്രിയായപ്പോൾ എന്നെ വിളിച്ചിട്ട് പറയുന്നത് പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ അങ്ങനെ കൊണ്ടുപോകണം, കുഞ്ഞിന് ഇദ്ദേഹം അന്ന് രാവിലെ തന്നെ പറഞ്ഞായിരുന്നു ശ്വാസം എടുക്കുന്നില്ല, കുഞ്ഞ് എന്തോ പ്രശ്നമുണ്ട്, അനങ്ങുന്നില്ല. പക്ഷെ അവർ പറഞ്ഞു ഒരു കുഴപ്പമില്ല കുഞ്ഞിന്. അങ്ങനെ വലിയ ഇതായി. രാത്രിയായപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് വന്ന് ആംബുലൻസ് കൊണ്ടുവന്ന് നേരെ തിരുവനന്തപുരം SITക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് 1% മാത്രമേ സാധ്യതയുള്ളൂ, കുഞ്ഞിനെ കിട്ടാനൊരു സാധ്യതയില്ല, വെൻറ്റിലേറ്ററിലോട്ട് കയറ്റണം, ബ്ലഡ് മുഴുവൻ മാറ്റണം. അപ്പോൾ ഇവിടുന്ന് കൊണ്ടുപോകാൻ നേരത്തെ ഇദ്ദേഹത്തിൻ്റെ മമ്മിയുടെ അനിയത്തി കാശിരൂപം കൊണ്ടുവന്ന് എന്നിട്ട് പറഞ്ഞു, മോനെ അതും കൂടെ കുഞ്ഞിൻ്റെ കൂടെ വെച്ച്, കുഞ്ഞിനെ എവിടെ കൊണ്ടുപോകുന്നോ അതും കൂടെ കുഞ്ഞിൻ്റെ കൂടെ വെച്ച് പ്രാർത്ഥിച്ച് അകത്തോട്ട് വിടാവുള്ളതെന്ന് പറഞ്ഞു. ഞാനങ്ങനെ കാശിരൂപം വെച്ച് കുഞ്ഞിനെ വെൻറ്റിലേറ്ററിലോട്ട് കയറ്റുവാണ്. ബ്ലഡ് മൊത്തം മാറ്റി വേറെ ബ്ലഡ് കയറ്റണം, ട്രാൻസ്ഫ്യൂഷൻ നടത്തണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത്. അപ്പോൾ ഞാൻ നെഞ്ചത്തടിച്ച് കരഞ്ഞുകൊണ്ട് അവിടെ കൂടി കിടക്കും. അപ്പോൾ ഞാൻ പെട്ടെന്ന് മാതാവിൻ്റെ കാര്യം ഓർത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എൻ്റെ കുഞ്ഞിനെ തിരിച്ചു തരണേ,
കാരണം നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് ഒത്തിരി സ്വപ്നം കണ്ട് ഒരു മകനെ തന്നിട്ട് തിരിച്ചെടുക്കുവാണോ എന്ന് ഞാൻ ഒത്തിരി കരഞ്ഞ് ഞാനും എൻ്റെ മമ്മീയുടെ അനിയത്തി ചിറ്റായും ഉണ്ട്. ചിറ്റ ഇവിടെ വന്നിട്ടുണ്ട്, ബീന ചിറ്റായും ഞാനും കൂടെ ആദ്യമായിട്ട് ആ ഹോസ്പിറ്റലിൽ ചെല്ലുന്നത്. ആ ഹോസ്പിറ്റലിൽ എങ്ങനെയാണെന്ന് രാത്രി ഏകദേശം 2 മണി സമയത്താണ് അവർ കുറേ ടെസ്റ്റുകൾക്കുള്ള കാര്യങ്ങൾ തരുന്നു. അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു, എവിടെ ചെല്ലണം എങ്ങോട്ട് പോകണമെന്നൊന്നും അറിയത്തില്ല. അവസാനം ബ്ലഡ് ബാങ്കിൽ പോയി അവർ ഒരു കവറിൽ ബ്ലഡ് തന്നു അവിടുന്ന്. ആ ബ്ലഡും കൊണ്ട് തിരിച്ചു വന്നിട്ട് ഇത് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയത്തില്ല. അപ്പോൾ ചിറ്റ പെട്ടെന്ന് ഒരു കൊന്ത എൻ്റെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, മോനെ നീ ഈ കൊന്ത ആ ബ്ലഡിൻ്റെ മുകളിൽ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചത്, അമ്മേ ഈ രക്തം ആരുടേതാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ തിരുക്കുമാരൻ്റെ തിരുരക്തമാക്കിയിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ തിരിച്ചു തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഓടി. ആ ഹോസ്പിറ്റലിൽ ഈ ബ്ലഡ് കൊണ്ട് എവിടെയാണ് ചെല്ലേണ്ടത്, ആരുടെ കയ്യിലാണ് കൊടുക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അവിടുന്ന് കരഞ്ഞുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ചെന്ന് കയറിയിട്ടൊന്നും അറിയാൻ പറ്റുന്നില്ല എവിടെ ചെല്ലേണ്ടത്. അവസാനം സെക്യൂരിറ്റിയോട് ചെന്ന് വീട്ടിൽ ചോദിച്ചപ്പോൾ അവർ, ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങൾ പുറത്തൊരു ഹോസ്പിറ്റലായിരുന്നു ഡെലിവറി, അങ്ങനെ വയ്യാതെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. അങ്ങനെ അവർ വഴി പറഞ്ഞു തന്ന് അവിടെ കൊടുത്ത് ഈ ബ്ലഡ് കയറ്റി. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞ് ഈ വീണ്ടും ബ്ലഡ് കയറ്റേണ്ടി വരും, വെൻറ്റിലേറ്ററിലാണ്, ചിലപ്പോൾ ഹൃദയം നിന്ന് പോവും, കുഞ്ഞ് മരണപ്പെട്ടു പോവും, അങ്ങനെ എല്ലാ സാധ്യതകളും ഉണ്ട് എന്നെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അത് കഴിഞ്ഞ് ബ്ലഡ് കയറ്റി കഴിയുമ്പം ഞാൻ ചിറ്റാനെടുക്കാമെന്ന് പറഞ്ഞു, മോനെ ഇത് ഈശോയുടെ തിരുരക്തമല്ലടാ കയറ്റിയത്, ഇനി ഒരിക്കലും കുഞ്ഞിനൊരു ബ്ലഡും കയറ്റേണ്ടി വരത്തില്ല, കുഞ്ഞിനെ നമുക്ക് ദൈവം തിരിച്ചു തരുമെന്ന് പറഞ്ഞ്. അങ്ങനെ തിരിച്ചു തരുമെന്ന് പറഞ്ഞ് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ച്. അവിടെ പ്രാർത്ഥനയോടെ ആ മെഡിക്കൽ കോളേജിൻ്റെ മുന്നിൽ ഞാൻ കിടന്ന്, എനിക്കൊരു ആഹാരം കഴിക്കാൻ തോന്നില്ല, ഒന്നും ചെയ്യാൻ തോന്നാത്ത സാഹചര്യത്തിൽ എല്ലാവരും രാത്രിയും പകലും ഉറക്കമുളച്ച് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ കുഞ്ഞിനെ വെൻറ്റിലേറ്ററിൽ നിന്നൊക്കെ ഇറക്കി. കുഞ്ഞ് ഇപ്പം സൗഖ്യപ്പെട്ട് മാതാവിൻ്റെ തിരുനടയെ കൊണ്ടുവന്ന് സാക്ഷ്യം പറയാം എന്ന് പറഞ്ഞതിനാണ് ഞങ്ങളോട് സാക്ഷ്യം പറയാൻ വേണ്ടി വന്നത്. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. നിലവിൽ എൻ്റെ ശാസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നല്ല, ഈ ശാസ്ത്രത്തിൻ്റെ അടുക്കൽ നമ്മൾ എത്തണമെങ്കിൽ യേശുവിൻ്റെ കരസ്പർശം ഉണ്ടാവണം. അതാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഞാൻ ശാസ്ത്രത്തിന് മാത്രം പ്രാധാന്യം കൊടുത്ത് എൻ്റെ കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ ചെല്ലാൻ പറയുമ്പോൾ ആ ഒരു മിനിറ്റിൽ അല്ലെങ്കിൽ ആ പറയുന്ന സമയത്ത് കുഞ്ഞിൻ്റെ ജീവൻ നിലച്ചു പോകുന്നതിന് മുമ്പ് അവിടെ എത്തിക്കുന്നത് ശാസ്ത്രമല്ല, അത് ദൈവത്തിൻ്റെ ഒരു കരുതലാണെന്ന് മനസ്സിലാക്കി ഈശോയിലും മാതാവിലും അടിയുറച്ച് വിശ്വസിച്ച് പ്രാർത്ഥനാ ജീവിതത്തോടെ കുടുംബസമേതം ഞങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുക.